ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പം റീസ്റ്റോക്ക്ഡ് വന്നിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസും കൂട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർട്ടി വെയർ കളക്ഷൻസ് ഒന്നും അല്ല, നമുക്ക് ഓഫീസ് വെയർ കളക്ഷൻസ് ഒക്കെയാണ് ഞാൻ മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പോയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻസൊക്കെ ഗ്രൂപ്പിലാണ് ഡയറക്റ്റ്ലി വിത്ത് റേറ്റ് അനുസരിച്ചിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻസൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഗൂഗിൾ പേയോ ഫോൺ പേയോ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഓപ്ഷൻസ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. പിന്നെ കൺഫേം ആയിട്ടുള്ള ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻ ബിറ്റ്വീൻ 1000-നും 1500-നും ഇടയിലുള്ള മെറ്റീരിയൽസും 700 തൊട്ട് 700 തൊട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 700 തൊട്ട് 1500 വരെയുള്ള മെറ്റീരിയൽസാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലവർ വന്നിട്ട് മെസ്സേജ് അയക്കും, പോകും, എല്ലാം ചെയ്യും. നമ്മൾ സ്റ്റോക്ക് നോക്കും, അഡ്രസ്സും തരും, അഡ്രസ്സും എല്ലാം പിൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പേയ്മെൻറ്റ് ഇന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളിൻ്റെ അഡ്രസ്സ് പോലും പിന്നെ നമുക്ക് കിട്ടത്തില്ല, പിന്നെ അങ്ങ് പോകും. പിന്നെ അവർ പേയ്മെൻറ്റും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അത്രയും കവർ പാക്ക് ചെയ്ത് അഡ്രസ്സും ലേബിൾ ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും അവർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യരുതെന്ന് ചെയ്തതല്ല, ഞാൻ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും റേറ്റ് അഫോർഡബിൾ ആകണമെന്ന് അറിയാമല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് മെസ്സേജ് അയക്കുക. റേറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ജനറലായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, ഒരുപാട് സെയിലായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഒരുപാട് വണ്ണവും ഒരുപാട് ഹൈറ്റും ഉള്ള ആൾക്കാർക്ക് ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെറ്റീരിയൽ 2.5 മീറ്ററാണ് വരുന്നത്. ഞാൻ എടുത്തു പറയുവാണ്, 2.5 മീറ്ററാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ സ്റ്റിച്ചിങ് ആൾക്കാരോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾ എത്ര മീറ്റർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, ഓൾറെഡി നമുക്ക് 2.5 ആണെന്നാണ് അറിയാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈലേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് നിങ്ങളുടേത് അറിയാൻ പറ്റുന്നല്ലോ. നമുക്ക് 2.5 മീറ്റർ ഉണ്ടെന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അത് XXL തികയോ XXL തികയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അറിയത്തില്ല. നമുക്ക് മെറ്റീരിയൽ 2.5 ആണ് വരുന്നതെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് ഓരോരുത്തരും ചിലപ്പം സ്റ്റിച്ച് ചെയ്യുന്ന വേറെ എയർലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ലിറ്റഡ് ആയിട്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ അംബ്രല്ല ആയിട്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ തന്നെ അത് ചൂസ് ചെയ്യുക കേട്ടോ. ചൂസ് ചെയ്യുമ്പം എത്ര മീറ്ററാണെന്ന് നമ്മളെടുത്ത് ചോദിക്കുക. 2.5, 2.4, ഈ 700-ൻ്റെ മെറ്റീരിയലൊക്കെ 2.4 ആണ് വരുന്നത്. അപ്പം അത് നിങ്ങൾ ആപ്റ്റായിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതാണ് പ്രത്യേകിച്ചും എടുത്ത് പറയാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം 700-ൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് 700 രൂപയുടെ 699, 700 മെറ്റീരിയൽ അറിയായിരിക്കും. ഈ ഒരു മെറ്റീരിയൽ 875 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള സ്ലബ് സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പാണെങ്കിൽ പോലും നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയത് കാരണം ലൈനിങ് പോലും ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു മെറ്റീരിയൽ സിൽക്ക് ജാക്ക്പേഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്, സിൽക്ക് മെറ്റീരിയലാണ്, ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ്. 850 രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്, പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ.